ഇന്നൊരു വീട്ടിലത്തെ വാട്ടായിട്ടിടയായാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരെ ബാംഗ്ലൂർ വന്ന പാടും അമ്മ നല്ല ചൂടപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ രണ്ടും കൂടി ഒരു പിടി പിടിച്ചപ്പോൾ ഞാൻ ഇത്ര നാളും കാണാത്ത എൻ്റെ സ്വർഗ്ഗം ഞാൻ വീണ്ടും കണ്ടു. പിന്നെ ഉച്ച വരെ കിടന്നുറങ്ങിയിട്ട് മമ്മി പള്ളിയിൽ നിന്ന് നല്ല ബിരിയാണിയും സലാഡും മാങ്ങാച്ചാറും ചിക്കനും എല്ലാം കൂടെ കൊണ്ടുവന്നു. എൻ്റെ മോനെ ഒന്നും നോക്കിയില്ല, എടുത്തു മുണങ്ങി. ആ ചിക്കനും സലാഡും അച്ചാറും ഒക്കെ കൂടി ഒരു പിടി പിടിച്ച് ആ ഫസ്റ്റ് ബൈറ്റ് വീണ്ടും സ്വർഗ്ഗം കണ്ടു. ഞാൻ എൻ്റെ അനിയനിലോട്ട് ക്യാമറ വെച്ചപ്പോൾ അവൻ ഓടുന്നത് എന്നാണെന്നറിയോ, ഞാൻ അവൻ്റെ മുഖത്ത് മൊത്ത മേക്കപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴുകിയിട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ മമ്മയും അനിയനും കൂടി ഞങ്ങൾ ചാലക്കുടിയിലുള്ള ടിയാൻഡിയിലാണ് വന്നേക്കുന്നത്. ഗായ്സ്, ഇനി എൻ്റെ വീട്ടിലെ സിംഗപ്പെണ്ണ് ആരാന്ന് ചോദിച്ചാൽ ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു മൈ മദർ. എൻ്റെ പൊന്നോ സന്തൂർ മമ്മിയാന്ന് പറയും, എല്ലാവരും പറയും. എൻ്റെ ചേച്ചിയാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഐ ഇൻട്രൊഡ്യൂസ് യു ടു മൈ ഹാൻസം ബ്രദർ. സംഭവം പുള്ളി കൊറിയൻ എസ്തറ്റിക്കാണ് പിടിക്കുന്ന ഈ സംഭവം. നേരെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടൊന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ മീറ്റ് ഷവർമയാണ് പറഞ്ഞത്, കാരണം അധികം ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ നാട്ടിൽ കയറുന്നതിൻ്റെ ആ ദിവസം എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചായിരുന്നു. അപ്പോൾ എന്നെ കഴിച്ചാലും എനിക്ക് വയറുവേദന എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല, ഇതിലങ്ങ് ഒതുക്കി. ഇതും പകുതിയെ കഴിച്ചുള്ളൂ. അപ്പോൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഡിസേർട്ട് നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ സ്കാൻഡിയിൽ നിന്ന് 2 ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഞാൻ ഈ ബിസ്കോഫിൻ്റെ ഇതാണ് കഴിച്ചത്. അവൻ പിന്നെ വെറൈറ്റിക്ക് ദുബായ് കുനാഫ ക്യാൻഡിയാണ് കഴിച്ചത്. എനിക്ക് എല്ലായിട്ടൊന്നും ഇഷ്ടപ്പെട്ടെന്നില്ല, പക്ഷേ കാണാൻ നല്ല ലുക്ക് തന്നെയായിരുന്നു, നല്ല രസമില്ല കാണാൻ. പിന്നെ എൻ്റെ കാണാൻ വലിയ എയിമൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്തുള്ള ഗായ്സ്, അത് ഞാൻ പോകുന്നു. ചാ.